ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി മല്ലു ഗീക്ക് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നിന്ന്. കുറച്ച് ഓഫീസ് തിരക്കിൽ ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും നമ്മുടെ അൺബോക്സിങ് പരമ്പര നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ A70s ആണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതിപ്പം ഇന്ത്യയിൽ റിലീസായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പം പുതിയ ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രീഡിസസർ നമ്മുടെ സാംസങ് ഗാലക്സി A70 ആയിരുന്നു. മേജർ അപ്ഗ്രേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ മാത്രമാണ് നമുക്ക് A70s അപ്ഗ്രേഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ A50s കണ്ടിരുന്നു. അതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് മാത്രമേ നമുക്ക് മേജർ അപ്ഗ്രേഡ് നമുക്ക് പറയാനുള്ളൂ. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഒന്ന് കണ്ടിറങ്ങിയേക്കാം. അപ്പോൾ ബോക്സ് ഇങ്ങനെയാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ബോക്സാണ്. എല്ലാ ബോക്സും ആ സെയിം ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ പ്രൈസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 31,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി 31,000 തന്നെയാണ് ഇതിൻ്റെ പ്രൈസ്. 2 വേർഷനിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് 128GB വെർഷനാണ്, പക്ഷേ 2 വേർഷൻ വരുന്നത്. 2 വേർഷനിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം 128GBയും 6GB റാം വേർഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതല്ലാതെ നമുക്കൊരു 8GB റാം വേർഷനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 31,000 നമുക്ക് കിട്ടുന്നത്. നമ്മുടെ 6GB വെർഷൻ, ഈ വെർഷൻ 6GB റാമും 128GB ഉള്ള വെർഷൻ നമുക്ക് കിട്ടുന്നത് 28,999 എന്ന് വെച്ചാൽ 29,000 അപ്പം ഇതായാലും നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കി കളഞ്ഞേക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ ഡിസ്പ്ലേ നമ്മുടെ സാംസങ് ഗാലക്സി A50യെക്കാളും കുറച്ചുകൂടെ വലുതാണ്. 6.7 ഇഞ്ചാണ് ഇതിൻ്റെ ഓവറോൾ സൈസ്. പിന്നെ റൗണ്ടഡ് കോർണേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ 6.5 ഇഞ്ചിലേക്ക് ഒന്ന് കുറഞ്ഞു വരും. അതൊരു പ്രോബ്ലമാണ്, കാരണം നമ്മുടെ ഡിസ്പ്ലേ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ H to H ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ റൗണ്ടഡ് കോർണേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഡിസ്പ്ലേ സൈസ് കുറഞ്ഞായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ മേജർ അപ്ഗ്രേഡ് നമ്മുടെ സാംസങ് ഗാലക്സി A70യെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അപ്ഗ്രേഡ് ഇതിൻ്റെ ക്യാമറയാണ്. അപ്പം ഇവിടെ സാംസങ് യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ 64 MP പ്രൈമറി ക്യാമറയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് കിട്ടുന്നത് 5 MP ഡെപ്ത് സെൻസറും ഒരു 8 MP, എനിക്ക് തോന്നുന്ന 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. പിന്നെ 32 MP ഫ്രണ്ട് ക്യാമറ നമുക്ക് കിട്ടും. ഇത് സെയിം ആണ്. സാംസങ് ഗാലക്സി A70യിൽ നമുക്ക് സെയിം 32 MP ഫ്രണ്ട് ക്യാമറയാണ് കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 128GB 2 വേർഷനും 128GB നമുക്ക് കിട്ടും. ഇത് 6GB വെർഷനാണ്. വേറൊരു 8GB റാം വെർഷനും കൂടെ ഉണ്ട്. പിന്നെ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് കിട്ടുന്നത്. സെയിം A70യിൽ നമുക്ക് 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. 4500 mAh ബാറ്ററിയാണ്. എന്തായാലും ഞാൻ ഈ ബോക്സ് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. അപ്പം നമുക്ക് ഇതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എന്തായാലും നമുക്ക് ബോക്സിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കളഞ്ഞേക്കാം. ആദ്യം നമുക്ക് ഈ ചെറിയ കവറിനുള്ളിൽ നമുക്ക് എന്തൊക്കെ സാംസങ് തരുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കേസ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറണ്ടി ഇൻഫർമേഷനും എല്ലാം നോർമൽ സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് കേസാണ്. അപ്പോൾ ഈ കേസ് എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ ഫോൺ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒത്തിരി ഡസ്റ്റ് കയറി ഇതിൻ്റെ കളറ് മാറി ആകെ വൃത്തികേടാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു കേസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ സജഷനിൽ നിങ്ങൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കേസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബാക്കി എന്ത് കിട്ടുമെന്ന് നോക്കാം. ബോക്സിൽ ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രിസം ക്രഷ് റെഡ് എന്ന് വെച്ചൊരു കളറാണ്. നമുക്ക് 3 കളർ ഓപ്ഷൻസ് ആണ്, ഞാൻ പറയാൻ മറന്നുപോയി. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്നത് ബ്ലാക്ക് വെർഷൻ ഉണ്ട്. പ്രിസം ക്രഷ് ബ്ലാക്ക് എന്നാണ് സാംസങ് അതിനെ വിളിക്കുന്നത്. അതല്ലാതെ ഒരു വൈറ്റ് വെർഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വൈറ്റ് വെർഷൻ നമ്മുടെ A50sലെ സെയിം ഡിസൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ A50s. അപ്പം കുറേ എൻ്റെ കമൻറ്റിൽ എനിക്ക് കഴിഞ്ഞ A50sൻ്റെ വീഡിയോയിൽ കുറേ കമൻറ്റ് കിട്ടിയിരുന്നു, സാംസങ് ലോഗോ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വൈറ്റ് കളറായതുകൊണ്ടാണ് നമുക്ക് A50sൽ അതിൻ്റെ സാംസങ് ലോഗോ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ചിലപ്പോൾ കാണാതിരിക്കും സാംസങ് ലോഗോ ഒക്കെ ഉണ്ട്, പക്ഷേ ആ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് കാണുക. അപ്പോൾ എന്തായാലും വൈറ്റ് വെർഷൻ ഇതുപോലെ തന്നെ ഇരിക്കും. അത് നമ്മുടെ A50s ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എന്തൊക്കെ നമ്മുടെ ബോക്സിനുള്ളിൽ കിട്ടുമെന്ന് നോക്കാം. ഇയർഫോൺ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇയർഫോൺ. ഇൻ ഇയർ ടൈപ്പ് ഇയർബഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ചെറിയൊരു സൗണ്ട് നോയ്സ് ക്യാൻസലേഷൻ അല്ല എന്ന് വേണം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ പുറത്തു നിന്നുള്ള സൗണ്ടൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഇൻ ഇയർ ടൈപ്പ് ഡിസൈനാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് സ്റ്റാൻഡേർഡ് 3.5mm ജാക്കാണ്, USB Type-C ഹെഡ്ഫോൺ അല്ല. അപ്പോൾ നിങ്ങൾക്കിത് ഫോണിൽ 3.5mm ജാക്ക് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി.
ഇയർഫോൺ അല്ലാതെ നമുക്ക് ബോക്സിൽ കിട്ടുന്നത് ഒരു USB ടൈപ്പ് സി ചാർജറുണ്ട്. അപ്പോൾ ഇത് നോർമൽ തന്നെയാണ്, പക്ഷേ ഇതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് USB ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറാണ്. അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന USB സ്ലോട്ടല്ല നമുക്ക് കിട്ടുന്നത്, രണ്ട് എൻഡിലും ടൈപ്പ് സി കണക്ടേഴ്സാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ 25 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് USB ടൈപ്പ് സി പോർട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ രണ്ട് റിവേഴ്സിബിൾ ചാർജറാണ് നമുക്ക്, ചാർജറും കേബിളുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ USB കേബിൾ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യുന്ന USB കേബിൾ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഡേറ്റ ട്രാൻസ്ഫറിന് കുറച്ച് കുഴപ്പമുണ്ടാകും. കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് USB ടൈപ്പ് സി പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ. ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ USB ടൈപ്പ് സി കൺവേർട്ടർ മേടിക്കേണ്ടി വരും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കേബിൾ വഴി കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് കൂടാതെ നമുക്ക് നമ്മുടെ സിം ഇജക്ടർ ടൂൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അകത്ത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അകത്ത് സിം ഇജക്ടർ ടൂളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഫോണിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സിലാണ് നമുക്ക് നമ്മുടെ ഫോൺ കിട്ടുന്നത്. നമുക്ക് ഈ കവറിങ് ഒന്ന് മാറ്റി നമ്മുടെ ഫോൺ പുറത്തെടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി A70s. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ A50s കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്, അല്ല നല്ലൊരു ഡിഫറൻസ് തന്നെയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ദൂരെ നിന്ന് നമുക്ക് രണ്ട് അടുത്തടുത്ത് വെക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടും സെയിം ഫോണാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും A50s നല്ല സൈസ് കൂടിയ ഫോൺ തന്നെയാണ്. ഫ്രണ്ടിലെ ഡിസൈനൊക്കെ വളരെ സിമിലറാണ്. ടൈപ്പ് സി പോർട്ടും സ്പീക്കറും ബാക്കി എല്ലാ ഡിസൈനും സിമിലറാണ്. കുറച്ച് ഒരു A50sൻ്റെ ഒരു എൻലാർജ്ഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസൈൻ ഓവർവ്യൂയിലേക്ക് കിടക്കാം. നമുക്ക് ബാക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അപ്പം 64 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ 5 മെഗാ പിക്സൽ സെക്കൻഡറി ക്യാമറയും 8 മെഗാ പിക്സൽ എനിക്ക് തോന്നുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മെയിൻ ക്യാമറയുടെ അപ്പർച്ചർ എന്ന് വെച്ചാൽ f1.8ഉം ബാക്കി രണ്ട് ക്യാമറാസിൻ്റെയും f2.2 അപ്പർച്ചറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുണ്ട്. പിന്നെ റിയർ ക്യാമറയിൽ ഒരു ക്യാമറ പോലും OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ ഓൺ ചെയ്ത് അത് സെറ്റപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സെറ്റിങ്സിൽ പോയി നമ്മുടെ യൂഷ്വൽ പരിപാടി തന്നെ ചെയ്യാം. സ്റ്റോറേജ് കപ്പാസിറ്റി ബാക്കി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അബൌട്ട് ഫോണിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം സാംസങ് ഗാലക്സി A70s ആണ് മോഡൽ. SM-A70 7F ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. പിന്നെ IMEI ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉള്ളിലുണ്ട്. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമുക്ക് നോക്കിക്കളഞ്ഞേക്കാം. 1 UI ആണ്. അപ്പോൾ ഞാനിനി പറയേണ്ട ആവശ്യമില്ല, സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് UI ആയ 1 UI തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. വേറെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഏതാണ്, ഞാൻ വോളിയം ഒന്ന് കുറച്ച് കളഞ്ഞേക്കാം. അപ്പം ആൻഡ്രോയിഡ് വെർഷൻ 9 തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അധികം താമസിക്കാതെ നമുക്ക് ആൻഡ്രോയിഡ് 10 ഒരു അപ്ഡേറ്റ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ സാംസങ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ സെപ്റ്റംബർ 1 ആണ്. അപ്പം ഒരു മാസം പഴക്കമുള്ള ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചാണ്. ഇതുവരെ ഈ മാസത്തെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. ബാറ്ററി ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ബാറ്ററി കപ്പാസിറ്റി 4500 mAh 64%ലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഫോണിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഡിവൈസ് കെയറിലാണ് നമ്മുടെ ഈ സെറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് സ്കാൻ ചെയ്ത് ഇപ്പോഴത്തെ ഫോണിൻ്റെ സ്റ്റേറ്റസ് പറയും. അപ്പോൾ ബാറ്ററി ഞാൻ നേരത്തെ കാണിച്ചാണ്. സ്റ്റോറേജ് 108 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇത് 128 GB വെർഷനാണ്. ഈ ഫോണിൻ്റെ 2 വെർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്നത്. 2 വെർഷനും 128 GB കപ്പാസിറ്റി നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ട്രിപ്പിൾ സ്ലോട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സിം കാർഡ് സ്ലോട്ട് ഇതുവരെ ഞാൻ കാണിച്ചില്ല, ഞാൻ ഇപ്പം വേണമെങ്കിൽ അത് തുറന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ട്രിപ്പിൾ സ്ലോട്ടാണോ ഇവിടെ സാംസങ് നമുക്ക് തരുന്നതെന്ന് കൺഫേം ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ സിം സ്ലോട്ട് നമ്മൾ തുറന്ന്, അപ്പോൾ അതെ നമുക്ക് ട്രിപ്പിൾ സ്ലോട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 സിം കാർഡും മൈക്രോ SD കാർഡും ഒരേ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നിങ്ങൾക്ക് അഥവാ 2 സിം കാർഡ് യൂസ് ചെയ്യണം, പിന്നെ മെമ്മറി എക്സ്ട്രാ വേണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 UI തന്നെയാണ്. ഇനി നമുക്ക്
ആസ് യൂഷ്വൽ നമ്മുടെ ക്യാമറ യു ഐയിലേക്ക് പോയി നമുക്ക് ക്യാമറ ഫീച്ചേഴ്സ് നോക്കാം. അപ്പം നേരത്തെ നമ്മുടെ A50sലും M30sലും കണ്ട പോലത്തെ സെയിം അതേ യു ഐ, ഒരു വ്യത്യാസവും ഇല്ലാത്ത യു ഐ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന സ്ക്രീനാണ് നമ്മുടെ ഫോട്ടോ സ്ക്രീൻ. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഓപ്ഷൻ ഉണ്ട്. അൾട്രാ വൈഡ് ആംഗിളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിളിൽ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ലൈവ് ഫോക്കസ് മോഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പോർട്രേറ്റ് മോഡാണ്. ഇവിടെ നമുക്ക് ഈ സ്ലൈഡർ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൺട്രോൾ ചെയ്യും. പ്രോ മോഡിൽ ഫൈൻ ട്യൂൺ ചെയ്യാവുന്നതാണ് നമുക്ക് സെറ്റിങ്സ്. കുറേ ISO, വൈറ്റ് ബാലൻസും ബാക്കി ഇത് എക്സ്പോച്ചറാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. പാനോരമ മോഡ്, നൈറ്റ് മോഡുണ്ട്, ഫുഡ് മോഡ്, ഒരു എക്സ്ട്രാ മോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫുഡിൻ്റെ കളറൊക്കെ കൂട്ടി കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ക്യാമറ യു ഐയിൽ നമ്മുടെ സാംസങ് ഗാലക്സി A70s ഒരു ചെറിയ വ്യത്യാസം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ A50 അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ A50sൽ നമുക്ക് ഈ റേഷ്യോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 48 മെഗാ പിക്സലിൽ നമുക്ക് ഫോട്ടോ എടുക്കാവുന്ന ഒരു ഇത് കണ്ടോ, നമുക്കിവിടെ കാണാൻ പറ്റും. 48 മെഗാ പിക്സലിൽ നമുക്ക് ഇമേജ് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ഞാൻ ഇതുവരെ കണ്ടില്ല. 64 എടുക്കാൻ പറ്റുമെന്ന് ഇതുവരെ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 3:4 നമുക്കിവിടെ 64 ഫുൾ റെസൊല്യൂഷനിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ ഡെഡിക്കേറ്റഡ് റിവ്യൂ ചെയ്യുമ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ ഓപ്ഷനിൽ പോകാം. വീഡിയോ ഓപ്ഷനിൽ നമുക്കിവിടെ സൂപ്പർ സ്റ്റഡി ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്യാം, അത് ഓഫ് ചെയ്യാം. അപ്പം OIS ഇല്ലെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സാംസങ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വീഡിയോ റേഷ്യോ ഓപ്ഷൻ ഉണ്ട്. 16:9, 1:1. പിന്നെ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ വീഡിയോ സെറ്റിങ്സിൽ നമുക്ക് പോകാം. കാരണം ഇത് യൂസ് ചെയ്യുന്നത് Qualcomm Snapdragon. ഞാൻ പ്രോസസ്സറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് Qualcomm Snapdragon 675 ആണ് നമ്മുടെ A70s യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സാംസങ് ഗാലക്സി A70യിൽ കിട്ടിയിരുന്ന സെയിം പ്രോസസ്സറാണ്. അപ്പം ഈ പ്രോസസ്സർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അപ്ഗ്രേഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം വീഡിയോ ഓപ്ഷൻസിൽ റെസൊല്യൂഷൻ എന്തൊക്കെയാണ്. റിയർ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ റെസൊല്യൂഷൻ. പിന്നെ 60 FPS വീഡിയോ ഇപ്പോഴും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, വേറെ ഓപ്ഷനൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഫുൾ HD വീഡിയോസും 4K വീഡിയോസും നമുക്ക് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഈ ഫോൺ ഉപയോഗിച്ചും എടുക്കാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം നമുക്ക് 30,000, 28,000 രൂപയ്ക്ക് 28,000 കിട്ടുന്ന വേറെ എല്ലാ ഫോണുകളിലും എനിക്ക് തോന്നുന്ന ഈ ഓപ്ഷൻ നമുക്ക് ബാക്കി ബ്രാൻഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ സാംസങ് ഇതുവരെ ഫുൾ HDയിലും 4Kയിലും 60 FPS സപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫുൾ HD വീഡിയോസ് എടുക്കാവുന്നതാണ്. 4K സപ്പോർട്ടില്ല ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത്. ബാക്കി സെറ്റിങ്സ് ഇതൊക്കെയാണ്. ലൊക്കേഷൻ ടാഗ്സ്, ക്യാമറ മോഡ്സ് ഉണ്ട്. പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HEIF ഓപ്ഷൻ, സീൻ ഒപ്റ്റിമൈസർ, അതെനിക്ക് തോന്നുന്ന ഫോട്ടോ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പോൾ ഫോട്ടോ സെറ്റിങ്സിൽ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ കാണാം സീൻ ഒപ്റ്റിമൈസർ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് AI യൂസ് ചെയ്ത് നമ്മൾ എന്താണോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ സബ്ജക്റ്റ് റെക്കഗ്നൈസ് ചെയ്ത് ഫോട്ടോ അതിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്നതായിരിക്കും. HEIF മോഡിൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫയൽ സൈസ് കുറഞ്ഞ പിക്ചേഴ്സ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ HEVC ഫോർമാറ്റും ഉണ്ട്. ഹൈ എഫിഷ്യൻസി വീഡിയോ സെയിം ഇതേ ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ വീഡിയോസിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഫയൽ സൈസ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സാംസങ് ഗാലക്സി A70sൻ്റെ ക്യാമറയും പിന്നെ ബാക്കി ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ്. അപ്പം എന്തായാലും നമുക്ക് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല എങ്കിലും ഒരു നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള വളർച്ച. അപ്പം ഇതായിരുന്നു നമ്മുടെ A70sൻ്റെ അൺബോക്സിങ്. ഇത് കഴിഞ്ഞ് വേറെ അൺബോക്സിങ് വീഡിയോ ഞാൻ വരുന്നുണ്ട്. ഇതിന് തൊട്ട് പുറകെ വരുന്ന അൺബോക്സിങ് വീഡിയോയുടെ ഹിൻഡ് ഞാൻ പറയുക. നമ്മൾ അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോൺ ഇതാണ്. Redmi 8A ആണ് അടുത്ത അൺബോക്സിങ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതിൻ്റെ പുറകെ തന്നെ അത് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, Redmi 8Aയുടെ വീഡിയോയിൽ കാണുന്നവരെ ബൈ.